നമസ്കാരം. ചെല്ലാനം മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി 2020 ഓൾ കേരള പാർട്ടിയുടെ കൊച്ചി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയായ ഷൈനി ആൻ്റണി മാഡമാണ്. സ്വാഗതം. സ്വാഗതം മാം, നമ്മൾ ചെല്ലാനം എന്ന ഗ്രാമത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ ചർച്ച ചെയ്യുന്നത്, ചെല്ലാനം മീഡിയ എന്ന ചാനലിലൂടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെല്ലാനത്തിനെ സംബന്ധിച്ചുകൊണ്ടാണ് കൂടുതലും ചോദ്യങ്ങൾ വരുന്നത്. കൊച്ചി നിയോജക മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട മേഖല എന്നുള്ള രീതിയിൽ നമ്മൾ ചെല്ലാനത്തെ സംബന്ധിച്ച ചോദ്യങ്ങളാണ് കൂടുതലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി തന്നെ ചെല്ലാനം എന്ന പ്രദേശത്തിൽ 2020 പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ചെല്ലാനത്ത് 2020 പ്രതീക്ഷ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളിൽ നിന്ന് വളരെയധികം സഹകരണവും സപ്പോർട്ടും കിട്ടുന്ന ഒരു മാസീവ് ഏരിയ ആണ് ചെല്ലാനം. കാരണം 2020 ആശയങ്ങൾ ഏറ്റവും നന്നായിട്ട് ഉൾക്കൊണ്ട ഒരു ജനവിഭാഗമാണ് ചെല്ലാനത്തുള്ളത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ക്യാമ്പയിനിങ്ങിന് ഇറങ്ങിയതിന് ശേഷമാണെങ്കിലും അതിന് മുൻപേ ആണെങ്കിലും ഞാൻ ഈ ഒരു കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു കൊച്ചിയിൽ ജനിച്ച് കൊച്ചിയിൽ വളർന്ന് ഇന്ന് കൊച്ചിയുടെ തീരപ്രദേശമായ സൗദിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കൊച്ചിയുടെ ആ ചെല്ലാനത്തിൻ്റെ തുടിപ്പ് എന്താണെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ വീട്ടിൽ വരുന്ന ചേച്ചി ചെല്ലാനംകാരത്തിയായിരുന്നു. ഇപ്പോൾ ആ ചേച്ചി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ അങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കണം. അപ്പോൾ അവരുടെ വാക്കുകളിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മൾ മീഡിയാസിൽ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ, ചെല്ലാനത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജനങ്ങൾക്ക് ഒന്നും കിട്ടാതായിരിക്കുന്ന അവസ്ഥയിൽ അവർ ഇനിയൊരു പരീക്ഷണത്തിന് മുതിരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അവർ 2020 ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കൊച്ചി എന്ന് പറയുമ്പോൾ ചെല്ലാനം വളരെ പ്രധാനപ്പെട്ട ഒരു തീരമേഖലയാണ് നമ്മുടെ ചെല്ലാനം എന്ന് പറയുന്നത്. അപ്പോൾ ചെല്ലാനത്തെ എത്രത്തോളം മാഡം പഠിച്ചു വച്ചിരിക്കുന്നു? ചെല്ലാനത്തെ പറ്റി പഠിക്കാനായിട്ട് ഞാൻ ഇറങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്രയും നാൾ ഭരിച്ച ആൾക്കാരുടെ ആ ഒരു ഭരണത്തിൻ്റെ രീതി കൊണ്ട് അവിടെ വന്ന ജനങ്ങൾക്ക് വന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഓരോ മഴക്കാലവും മീഡിയയിൽ നിന്ന് കണ്ട്, അതായത് ഓരോ വർഷവും എങ്ങനെയാണ് അതിൻ്റെ ആഴമെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇറങ്ങിച്ചെന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ തന്നെ തെളിയിച്ചതാണ്, ഈ ഭരണം കൊണ്ട് തെളിയിച്ചതാണ് ചെല്ലാനത്തെ ആൾക്കാരുടെ ദുരിതം. അത് ഓരോ ജനങ്ങളും ഇന്ന് വീട്ടിൽ TV-യിൽ കാണുന്ന കാഴ്ചകൾ, സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാഴ്ചകൾ, അത് ഞാനായിട്ട് പോയി പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ജനങ്ങൾക്കും തീർച്ചയായിട്ടും ഉള്ളിലേക്ക് ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു ജനവിഭാഗത്തിൻ്റെ കഷ്ടതകൾ. അതിനെ എപ്രകാരമായിരിക്കും അതിനെ മറികടക്കുന്നത്? ചെല്ലാനത്തിൻ്റെ വിഷയം ഇന്നും ഇന്നലെയും കേൾക്കാൻ തുടങ്ങിയതല്ല. അതായത് ഞാനൊക്കെ ചെറുതായ കാലം തുടങ്ങി തന്നെ, അതായത് വളരെ കുട്ടിയായിരുന്ന കാലം തുടങ്ങി തന്നെ ചെല്ലാനത്തിനെ പറ്റി കേൾക്കുന്നതാണ്. ചെല്ലാനത്ത് കടൽക്ഷോഭം 73 വർഷമായി ഇവിടെ ഭരണം തുടങ്ങിയിട്ട്. ഇരു പാർട്ടികളും മാറി മാറി ഭരിച്ചിട്ട് എന്ത് അവിടെ കൊണ്ടുവരാൻ പറ്റി? ആ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്ത് അവർക്ക് ചെയ്യാൻ പറ്റി? ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും 73 വർഷത്തിൽ ഒരു വർഷം നല്ല രീതിയിൽ പഠനം നടത്തിയിട്ട് എങ്ങനെ ആ ഒരു ഭാഗം, നമ്മളുടെ ചെല്ലാനം ഒരു 17 കിലോമീറ്റർ ഭാഗത്താണ് അതിരൂക്ഷമായി കടൽ ആക്രമണം ഉണ്ടാകുന്നത്. അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ആ ജനങ്ങൾക്ക് എന്ത് അവർക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളത് എല്ലാവർക്കും, ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഇനി എന്നെ ഒരു സ്ഥാനാർത്ഥിയായി നിർത്തി ഇനി തിരഞ്ഞെടുക്കപ്പെട്ടാൽ എൻ്റെ ഒരു സജഷൻ, നമുക്ക് ഒരു ഭാഗം, അതായത് നമുക്കിപ്പോൾ എത്രയാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. എനിക്കിതിനെപ്പറ്റി ആധികാരികമായിട്ട് ഇതിന് വരുന്ന ബഡ്ജറ്റ് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് ഒരു ഭരണം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ ഇതിന് വരുന്ന തുക ഭീമമായ തുകയായിരിക്കും. എങ്ങനെയായിരിക്കും ഫണ്ടുകൾ വരിക, അത് ഏത് രീതിയിലായിരിക്കും വിനിയോഗിക്കുക എന്നുള്ളതൊക്കെ ഇത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു സജഷൻ, ഇനി എന്നെയല്ല തിരഞ്ഞെടുക്കുന്നതെങ്കിലും വരാൻ പോകുന്ന ഭരണത്തിനോട് എനിക്ക് പറയാനുള്ളൊരാവശ്യം, 73 വർഷം കൊണ്ട് ഏതായാലും നടത്താൻ പറ്റിയിട്ടില്ല. ഇനിയുള്ള സമയങ്ങളിലെങ്കിലും ഘട്ടം ഘട്ടമായി എന്തുകൊണ്ട് ഈ ഒരു പദ്ധതി പൂർത്തീകരിച്ചുകൂടാ? ആദ്യം കുറച്ച് കിലോമീറ്ററുകൾ നമ്മൾക്ക് വരുന്ന ആ ഒരു ഫണ്ട് കൃത്യമായിട്ട് അഴിമതിയില്ലാതെ ആ ഭാഗത്ത് വിനിയോഗിച്ചാൽ
കൃത്യമായ പഠനം വേണം. അതെങ്ങനെ കടൽക്ഷോഭത്തെ നിയന്ത്രിക്കാമെന്നുള്ള ധാരണയുണ്ടാവണം. എന്തായാലും 2020 വെറുതെ ഒരാശയവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നതല്ല. ചെല്ലാനം ഭാഗത്തെ കടലാക്രമണം എങ്ങനെ പഠിക്കാമെന്ന് സയൻറ്റിഫിക്കായിട്ട് പഠിച്ച ആൾക്കാർ തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രവർത്തിക്കും. പക്ഷേ നമുക്ക് ഒരൊറ്റയടിക്ക് 17 കിലോമീറ്റർ അങ്ങ് കടലാക്രമണം തടയാമെന്നുള്ളൊരു വാഗ്ദാനമൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ അഴിമതിയില്ലാതെ തീർച്ചയായിട്ടും ആ ഒരു കടലാക്രമണത്തിൻ്റെ രൂക്ഷത അത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് കിട്ടുന്ന ഫണ്ടുകൾ ദുർവിനിയോഗം ചെയ്യാതെ നേരായ മാർഗത്തിൽ പുലിമുട്ടുകൾ ഇടാനും അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ സാധ്യത എന്ന് സയൻറ്റിഫിക്കായിട്ട് പഠിച്ച് അതിൻ്റെ നമ്മൾക്ക് കിട്ടുന്ന ഫണ്ടുകൾ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വരെ സഹായം കിട്ടാവുന്ന ഒരു പദ്ധതിയാണ് ഇത്. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവണം എന്നാണ് എനിക്കറിയില്ല. ഞാൻ കൂടുതൽ ആരെയും എന്താ പറയുക വിമർശിക്കാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, 73 വർഷം ഭരിച്ചിട്ടും ഇത്രയും കാലം എവിടെയായിരുന്നു ഈ ചെല്ലാനത്തിൻ്റെ കടൽഭിത്തിയുടെ നിർമ്മാണം? എവിടെ എത്തി? എവിടം വരെ എത്തിക്കാൻ ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ട്? നമ്മുടെ ഭരണാധികാരികൾ എവിടം വരെ എത്തിച്ചു? ഇന്നും കഷ്ടത അനുഭവിക്കുന്ന, അതായത് എനിക്ക് നേരിട്ടറിയാവുന്ന ആൾക്കാർ, ഞാൻ ഇന്നിപ്പോൾ ഈ ക്യാമ്പയിനിങ്ങിന് ചെല്ലുമ്പോൾ നേരിട്ടറിഞ്ഞ കാഴ്ചകളാണ്. കേട്ടത് ഒരു അമ്മച്ചി കരഞ്ഞുകൊണ്ട് പറയുക, അവരുടെ പേരക്കുട്ടി ഈ വെള്ളം വന്ന് അടിക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറിയിട്ട് ആ കൊച്ചു മരിച്ചു പോകുമെന്നുള്ളൊരവസ്ഥയിലായിരുന്നു. അവർ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഈ കരച്ചിലൊക്കെ കേൾക്കാനായിട്ട് നമ്മുടെ ഭരണാധികാരികൾക്ക് ചെവിയില്ലായിരുന്നോ? കാണാൻ കണ്ണുകളില്ലായിരുന്നോ? ഞാൻ പറയുന്നത്, നമ്മൾ അഴിമതിയില്ലാത്ത ഒരു ഭരണം നടത്തിയാൽ തീർച്ചയായിട്ടും ചെല്ലാനത്തെ സയൻറ്റിഫിക്കായിട്ട് പഠിച്ച് അതിനൊരു ശാശ്വത മാർഗം, അല്ലെങ്കിൽ അതിലും കൂടുതലായിട്ട് ചെല്ലാനത്തെ സ്ത്രീകൾക്ക്, ഞാനിപ്പോൾ കേട്ടറിവാണ് എനിക്ക്, അവിടെ നിന്ന് നമുക്ക് വിൻഡ് വഴി പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ്, ഇതൊക്കെ തുടങ്ങാനുള്ള ആശയമാണ് 2020 മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഭരണം കയ്യിൽ വന്നാൽ മാത്രമേ നമുക്കിവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഭരണമില്ലാത്തടത്ത് ഏതായാലും വേറൊരു പാർട്ടി ഇവിടെ വന്ന് 2020 ഒരു സഹായം ചെയ്യാനായിട്ട് അവർ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, 2020 വിജയിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഴിമതിയില്ലാത്ത ഒരു ഭരണം കൊണ്ട് ചെല്ലാനത്തെ പ്രശ്നങ്ങൾ ഘട്ടം ഘട്ടമായി പരിഹരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ്. മേഡം, നമ്മുടെ ചെല്ലാനത്തിൻ്റെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഓരുവെള്ളം കയറ്റം. ഓരുവെള്ളം കയറി നമ്മുടെ വീടുകളൊക്കെ നശിക്കുന്ന ഒരു അവസ്ഥ അവിടെ സംജാതമായിട്ടുണ്ട്. അത് മത്സ്യബന്ധനത്തിനും വളരെ മോശമായി ബാധിക്കുന്ന ഒരു കാരണമാണ്. ഈ വിഷയത്തിനൊരു പരിഹാരമാർഗം എന്തായിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാഡം മുന്നോട്ട് വെക്കുന്നത്? ഓരുവെള്ളം കയറുന്നതിൻ്റെ പ്രധാന കാരണം പുഴയിൽ എക്കലടിയുന്നത് കൊണ്ടിട്ടാണ്. അപ്പോൾ അതിന് ഒരു ശാശ്വതമായ പരിഹാരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മളുടെ ഇപ്പോൾ 2020 പാർട്ടി ഇവിടെ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി എങ്ങനെ ചെയ്യാം, നമ്മൾ ഈ ഓരുവെള്ളം കയറുന്നത് തടയാനായിട്ട് എക്കൽ എങ്ങനെ അത് റിമൂവ് ചെയ്ത് അവിടെ ഈ പുഴയ്ക്ക് ആഴം കൂട്ടാം എന്നുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായി പഠിച്ച് അവിടെ യാഥാർത്ഥ്യമാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് തന്നെ ഈ മത്സ്യബന്ധനത്തിനും അത് ഒരു തടസ്സമാകുന്നുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ശാസ്ത്രീയമായി പഠിക്കാതെ ഒരു കാര്യവും നമ്മൾ ഒരു വാഗ്ദാനം കൊടുത്തിട്ട് കാര്യമില്ല. അത് ചെയ്തേക്കാം എന്നല്ല, നമുക്ക് ഇപ്പോൾ 2020 ഒരു മോഹന വാഗ്ദാനങ്ങളല്ല തരുന്നത്, അത് പ്രാവർത്തികമാക്കാനുള്ള ചിട്ടയായ രീതിയിലുള്ള ശൈലിയിൽ, അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ ശാസ്ത്രീയമായ പഠനം നടത്തി അതിനെ എങ്ങനെ ആ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്. മാഡം, 2020 എന്ന് പറയുമ്പോൾ ജനങ്ങൾ കാണുന്ന കാഴ്ചപ്പാട് ഉണ്ട്. കുറച്ച് ഇപ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങൾ നോക്കിക്കണ്ട ഒരു പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കിഴക്കമ്പലത്ത് പോലെയുള്ള ഭക്ഷ്യസുരക്ഷ സൂപ്പർ മാർക്കറ്റ്. അത് ചെല്ലാനത്തിന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാവുമോ? ഭക്ഷ്യസുരക്ഷ തീർച്ചയായിട്ടും ചെല്ലാനം, കുമ്പളങ്ങി പഞ്ചായത്തുകളിലേക്കും കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നു, അത് പല കൈകളിലൂടെ മറിഞ്ഞ് ജനങ്ങളിലേക്ക് എത്തുന്നതും ഡയറക്റ്റ് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതും, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോഴിമുട്ടയുടെ കാര്യം തന്നെ എടുക്കുക.
കോഴി അവിടെ ഫാമുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റാണ് ഈ 2020 പാർട്ടി നമ്മളിപ്പോൾ ഭക്ഷ്യസുരക്ഷ അവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. ഡയറക്റ്റാണ് അവർ ബൈ ചെയ്യുന്നത്. അത് നേരെ ഇവിടെ കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ പല കൈകളിലൂടെ മറിയുമ്പോൾ വരുന്ന ആ ഒരു ടാക്സും കാര്യങ്ങളുമൊക്കെ ഇല്ലാതെയാക്കി കൃത്യമായിട്ട് നല്ലൊരു എന്താ പറയുക, ഇപ്പോൾ അവിടെ ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കോഴിമുട്ടയ്ക്ക് 9 രൂപയാണ്. അതിവിടെയും കൊണ്ടുവരാൻ പറ്റും. പല കൈകളിലൂടെ മറിയാതെ നേരിട്ട് ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. നിലവിൽ 2020 മുന്നോട്ട് വെക്കുന്ന ചെല്ലാനത്തിൻ്റെ ഒരു ടോട്ടൽ പാക്കേജ് എപ്രകാരമായിരിക്കും മേഡം? ചെല്ലാനം മാത്രമല്ല, കൊച്ചിയുടെ അങ്ങ് അറ്റം തുടങ്ങി, അതായത് ഫോർട്ട് കൊച്ചി തുടങ്ങി ചെല്ലാനം അറ്റം വരെ നമുക്ക് ടൂറിസം മേഖലയിൽ നല്ല വികസനം കൊണ്ടുവരാൻ പറ്റിയൊരു ഏരിയയാണ് നമ്മുടെ കൊച്ചിയുടെ തീരദേശ മേഖല എന്ന് പറയുന്നത്. ബാക്ക് വാട്ടറും അതുപോലെ ബീച്ചുമൊക്കെ നല്ല രീതിയിൽ ടൂറിസം ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഏരിയയാണ്. പിന്നെ ചെയ്യാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതായത് നമുക്ക് നല്ല സ്കൂളുകളിൽ കൂടുതൽ എന്താ പറയുക സൗകര്യങ്ങൾ, കുട്ടികൾക്ക് പഠിക്കാനുള്ള നല്ല സൗകര്യമുള്ള സ്കൂളുകൾ, ഒരു മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള സ്കൂളുകൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്. ഇത് എല്ലാം ചെയ്യണമെങ്കിലും വരേണ്ടത് നമ്മളുടെ കയ്യിൽ ഒരു ഭരണം ഇല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് 2020 കൊച്ചിയിൽ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി നമ്മൾ അസംബ്ലി ഇലക്ഷനിലേക്ക് മത്സരിക്കാമെന്ന് തീരുമാനിച്ചത്. കാരണം സോഷ്യൽ സർവീസ് നടത്തുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്, അതായത് കിറ്റെക്സിൻ്റെ കിറ്റെക്സ് എന്ന ബിസിനസ് രംഗത്ത് വളരെയധികം വിജയം വരിച്ച സാരഥികളാണ് ഇതിൻ്റെ സ്ഥാപകർ. അപ്പോൾ അവർ അവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങളിലേക്ക് അവരുടെ CSR ഫണ്ടും അതുപോലെ തന്നെ അവർക്ക് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളും, അതായത് പഞ്ചായത്തിനാണെങ്കിൽ പഞ്ചായത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വളരെ കൃത്യതയോടുകൂടെ അഴിമതിയില്ലാതെ ചെയ്തത് കൊണ്ടിട്ടാണ് ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്ത് അടിപൊളിയായിട്ട് വിജയിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ചെല്ലാനം പഞ്ചായത്തും കുമ്പളങ്ങി പഞ്ചായത്തിലൊക്കെ അനുവദിച്ചിരിക്കുന്ന ഫണ്ടുകൾ അതാത് രീതിയിൽ നല്ല രീതിയിൽ വിനിയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ വികസനങ്ങൾ, അതായത് ടൂറിസം മേഖല, സ്കൂൾ തലത്തിൽ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, പിന്നെ സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ കിറ്റെക്സ് അറിയാലോ, കിറ്റെക്സ് വളരെയധികം ഈ തുണി നമ്മളുടെ എന്താ പറയുക ഡ്രസ് മെറ്റീരിയൽസ്, അത് സ്റ്റിച്ചിങ് യൂണിറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെല്ലാനം ഭാഗത്തേക്ക് ഒരുപാട് സ്ത്രീകൾ എനിക്ക് തോന്നുന്നത് തയ്യലറിയാവുന്നവരൊക്കെ ഉണ്ടാകും. എല്ലാ വീടുകളിലും നമുക്ക് ഈ തയ്യലറിയാവുന്ന വീടുകളിലൊക്കെ സൗജന്യമായിട്ട് നമുക്ക് ഈ അല്ലെങ്കിൽ സബ്സിഡിയോടുകൂടിയോ സൗജന്യമായിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്യൽ യൂണിറ്റുകളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. അത് അങ്ങനെ ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് 2020 ഈ ഒരു ഞാനെന്ന സ്ഥാനാർത്ഥിയെ അസംബ്ലി ഇലക്ഷനിലേക്ക് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ ഇവിടെ വിജയിപ്പിക്കുകയാണെങ്കിൽ 2020 എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് 2020. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി നിന്ന് എൻ്റെ കൊച്ചിക്ക് വേണ്ടി എൻ്റെ കൊച്ചിയിലെ ജനങ്ങളോടൊപ്പം ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടല്ല, കൊച്ചിയിലെ ജനങ്ങളോടൊപ്പം ജനങ്ങളിൽ ഒരുവളായി നിന്ന് പ്രവർത്തിക്കാനാണ് എനിക്ക് താല്പര്യം. തീർച്ചയായിട്ടും എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ ട്രെൻഡി ആയിട്ട് വരുന്നതാണ് ഇതുപോലുള്ള സ്വതന്ത്ര സംഘടനകൾ. നിലവിലെ രാഷ്ട്രീയ സംസ്കാരത്തിനെതിരെയുള്ള ഒരു ശബ്ദമുയർത്തലെന്ന് തന്നെ നമുക്ക് പറയാം ഇതിനെ. അങ്ങനെയാണ് V4ഉം വൺ ഇന്ത്യ വൺ പെൻഷൻ, ചെല്ലാനം 2020 പോലെ വന്നത്. അപ്പോൾ ഇവരെല്ലാം സംഗമിപ്പിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് വരാതെ വിഘടിച്ച് നിന്ന് വന്നതിൻ്റെ കാരണം എന്താണ് മാഡം? അത് നമുക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് വീണ്ടും ഗുണം ചെയ്യുന്ന രീതിയിലായില്ലേ എന്നുള്ളതാണ് നമ്മുടെ ചെല്ലാനം മീഡിയയുടെ ചോദ്യം. ഓക്കെ, ചോദ്യം എനിക്ക് മനസ്സിലായി. പല ഈ സ്വതന്ത്ര പാർട്ടികൾ, ഞാൻ പറയട്ടെ, ഈ V4 കൊച്ചി അല്ലെങ്കിൽ V4 പീപ്പിൾ, വൺ ഇന്ത്യ വൺ പെൻഷൻ, അവരുടെ അടിസ്ഥാന യോഗ്യത എന്താണ്? ഇപ്പോൾ 2020 പറ്റി പറയുകയാണെങ്കിൽ 2012 2020 എന്ന ഒരു സംഘടന രൂപീകരിച്ചു. അവിടെ നിന്നുകൊണ്ട് 4 വർഷം പഞ്ചായത്ത് ഭരണം ഏറ്റെടുത്ത് ആ പഞ്ചായത്ത് മുഴുവനും വികസനത്തിലേക്ക് കൊണ്ടുവന്ന് മാതൃക തെളിയിച്ച ഒരു പാർട്ടിയാണ് 2020 പാർട്ടി. അത് 2016 ആയപ്പോൾ 2020 രാഷ്ട്രീയ പാർട്ടിയായി മാറി.
ഇതിൻ്റെ ഒരു ബേസ് ആണോ V4-ഉം വൺ ഇന്ത്യ വൺ പെൻഷനും? അപ്പോൾ 2020 ആർക്കും എതിരല്ല. പക്ഷേ എന്നെങ്കിലും ഇങ്ങനെ ഒരു പാർട്ടി, അതായത് ഇതുപോലെ തെളിയിക്കപ്പെട്ട ഒരു പാർട്ടി, അതായത് ഒരു പഞ്ചായത്തിൽ നിന്ന് ആ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച് ആ ജനങ്ങളുടെ മാതൃകയായ ആ ജനങ്ങൾ ഏറ്റെടുത്തത് 2020 എന്ന ഒരു വാക്ക് അത് ജനങ്ങളിലേക്ക് ഏറ്റെടുത്തതാണ്. അങ്ങനെ ഒരു പാർട്ടി എന്നെങ്കിലും വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനായിട്ട് യാതൊരു മടിയുമില്ലാത്ത ഒരു പാർട്ടിയാണ്. അങ്ങനെ പ്രവർത്തിച്ച് കാണിക്കട്ടെ, പ്രവർത്തിച്ച് കാണിച്ചിട്ട് ഒപ്പം നിന്ന് പ്രവർത്തിക്കാമെന്നാണ് 2020യുടെ ആശയം. മാഡം, നമ്മൾ ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നതിന് മുന്നേ നമ്മുടെ ചെല്ലാനത്തെ വോട്ടർമാരോട് എന്താണ് സംവദിക്കാനുള്ളത്? ചെല്ലാനത്തുള്ള എല്ലാ സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, അമ്മച്ചിമാരോടും അപ്പച്ചന്മാരോടും കുഞ്ഞുങ്ങളോടും അതുപോലെ തന്നെ എൻ്റെ എല്ലാ സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, ഞാനും ഈ തീരദേശത്തിൻ്റെ തൊട്ടടുത്ത് സൗദിയിലാണ് എൻ്റെ വീട്. നിങ്ങൾക്ക് എന്നെ അറിയാൻ പാടില്ലെങ്കിൽ സൗദി തൊമ്പശ്ശേരിക്ക് എതിർവശമുള്ള വീടാണ് എൻ്റെ വീട്. അപ്പം ഞാൻ ഈ കടലിൻ്റെ ആ ഒരു രൗദ്രഭാവവും ഒക്കെ നമ്മൾ TV-യിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രശ്നങ്ങളിൽ അറിയാവുന്ന ചെല്ലാനത്തുള്ള ഒരുപാട് ആൾക്കാരെ എനിക്ക് നേരിട്ടറിയാം. അവരുടെ പ്രശ്നങ്ങൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന ഒരു ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പം ഞാൻ ചെല്ലാനംകാരോടൊരു കാര്യം പറയട്ടെ, നമ്മളിവിടെ 2020 ഇവിടെ സീറ്റ് പിടിച്ചില്ലെങ്കിലും ജയം തോൽവിയൊക്കെ നമുക്ക് രണ്ടാമത് വരുന്ന കാര്യമാണ്. പക്ഷേ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് നമ്മളുടെ കാര്യങ്ങൾ, അതായത് നമ്മളുടെ ആവശ്യങ്ങൾ. ഇത് നമ്മളുടെ വെറും ആവശ്യമല്ല, 73 കൊല്ലമായിട്ട് നമ്മൾക്ക് കിട്ടാത്ത ആവശ്യമാണ്. ആ ആവശ്യം നേടിയെടുക്കാനായിട്ട് ജയിച്ചാലും തോറ്റാലും ഏത് സമരത്തിൻ്റെയും മുമ്പിൽ നിങ്ങളുടെ ഒപ്പമല്ല, നിങ്ങളുടെ മുൻപിൽ ഞാനുണ്ടാകും, ജയിച്ചാലും തോറ്റാലും. ആ ഒരു ഉറപ്പ് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് തരുന്ന ഉറപ്പാണ്. ഈ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിലും കുടുംബത്തോടൊപ്പം ചിലവഴിക്കേണ്ട കുറച്ച് സമയം ഞങ്ങൾക്ക് തന്നതിന് ചെല്ലാനം മീഡിയയുടെ പ്രേക്ഷകരുടെ പേരിലും ചെല്ലാനം മീഡിയയുടെ ക്രൂവിൻ്റെ പേരിലും വളരെ നന്ദി അറിയിക്കുകയാണ് മാഡം. എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.